കനത്ത മഴയെ തുടർന്ന് തകർന്ന കണമല സമാന്തരപാത പൂഞ്ഞാർ എം.എൽ.എ. സെബാസ്റ്റ്യൻ എം.ജെ. സന്ദർശിച്ചു. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന പാതയാണിത്. തകർന്ന റോഡ് എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് എം.എൽ.എ. അറിയിച്ചു. പാതയുടെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാന ബഡ്ജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് സമാന്തരമായിട്ട് നമ്മുടെ കണമല അട്ടിവളവിൽ അപകടം ഉണ്ടാകുന്നതിന് പകരമായി എരുത്വാപ്പുഴ കണമല റോഡ് സമാന്തര പാത 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ 1 കോടി രൂപ കൊണ്ട് മാത്രം ഈ പാത പൂർണ്ണമായും തീരില്ല. അതിന് അധികമായി വരുന്ന തുക കൂടെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ഒരു BMBC നിലവാരത്തിലുള്ള ടാറിങ്ങിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ എല്ലാ വർക്കുകളും തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള അടിയന്തരമായ പണികൾ അല്ലെങ്കിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കും. കാരണം ബഡ്ജറ്റിൽ ആ പണം വെച്ചിട്ടുണ്ട്, മിനിമം പണം വെച്ചിട്ടുണ്ട്. ആവശ്യമായി വരുന്ന എസ്റ്റിമേറ്റിന് അനുസരിച്ചുള്ള തുകകൾ കൂട്ടിക്കൊണ്ട് ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് തീർക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അതോടുകൂടി കണമല അട്ടിവളവിലുണ്ടാകുന്ന സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് ഈ സമാന്തര പാത അയ്യപ്പ ഭക്തന്മാർക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. എരുമേലി പമ്പ ശബരിമല തീർത്ഥാടന പാതയിൽ കണമല അട്ടിവളവിൽ നിരന്തരം അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 2014 സംസ്ഥാന ഗവൺമെൻറ് 7 കോടിയോളം രൂപ അനുവദിച്ച് നിർമ്മിച്ച സമാന്തര പാതയാണ് എരുത്തുവാപ്പുഴ കണമല സമാന്തര പാത. ഈ പാത നിർമ്മാണം മുതലേ അപാകതയാണ്. റോഡിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്താതെയും വെള്ളം ഒഴുകിപ്പോകാൻ കലുങ്കുകൾ നിർമ്മിക്കാതെയും അശാസ്ത്രീയമായി നിർമ്മിച്ചതിൻ്റെ ഫലമായി 2022-23 കാലഘട്ടത്തിൽ മഴക്കാലത്ത് ഈ ഭാഗം മുഴുവൻ ഒഴുകിപ്പോയി. ശബരിമല തീർത്ഥാടന പാതയായ എരുമേലി പമ്പ റോഡിൽ നിരന്തരം അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലാണ് 2014 കണമലയിൽ ഈ സമാന്തര പാത നിർമ്മിച്ചത്. അന്നത്തെ സർക്കാർ 7 കോടിയോളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ 2023 അതിശക്തമായ മഴക്കാലത്ത് പാതയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചു പോവുകയായിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം വലിയ പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിലാണ് പൂഞ്ഞാർ എം.എൽ.എ. സെബാസ്റ്റ്യൻ എം.ജെ. സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയത്.